വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും വചനത്താൽ തുറക്കപ്പെട്ട് നല്ല വേലക്കാരാകാം നമുക്ക്. ഇന്ന് പെസഹ വ്യാഴാഴ്ച. 3 കാര്യങ്ങളാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത്. 1, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. 2, പൗരോഹിത്യ സ്ഥാപനം. 3, ദൈവം തരുന്ന പുതിയ ഉടമ്പടി, പുതിയ ജീവിത ശൈലി. ഉടമ്പടി എന്നാൽ ഇതാ ഒരു സാധ്യതയാണ്, പുതിയ രീതിയിൽ ജീവിക്കാനുള്ള സാധ്യത. ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ദൈവത്തോടൊത്ത് ഉടമ്പടി സ്ഥാപിക്കാനാകുമെന്ന സാധ്യത. 3 വായനകളാണ് ഇന്ന് നമുക്ക് ദൈവം തരുന്നത്. 1, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നിന്ന്. 2-ാമത്തെ വായന 1 കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, അധ്യായം 11. സുവിശേഷ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. ഈ 3 വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം 3 ആണ്. 1, ഓർമ്മ. ദൈവം പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹായാകട്ടെ അതെടുക്കുന്നത് ഓർമ്മപ്പെടുത്തലായിട്ടും. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഓർമ്മയാകരുത്, ഓർമ്മപ്പെടുത്തലാകണമെന്ന്. സുവിശേഷത്തിൽ വരുമ്പോൾ അത് ഓർമ്മയോ ഓർമ്മപ്പെടുത്തലോ അല്ല, അർപ്പണമാകണം, സമർപ്പണമാകണമെന്ന്. ജീവിതം സമർപ്പിക്കണം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി. പ്രിയപ്പെട്ടവരെ, വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, വിശുദ്ധ കുർബാന നമ്മൾ ഭക്തിപൂർവ്വം പങ്കുകൊള്ളുമ്പോൾ, വിശുദ്ധ കുർബാന ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ, ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ ശീലിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സ് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരണത്തിന്, ആദ്യ കുർബാന സ്വീകരണത്തിന് ഈശോയെ നാവിലേക്ക് തരുമ്പോൾ പല്ല് കൊള്ളാതെ സൂക്ഷിക്കണം. ഈശോയെ സ്വീകരിച്ചിട്ട് അല്പനേരം സ്വസ്ഥമായിട്ട് നീ ഇന്ന് ഒരുങ്ങി വന്ന കാര്യങ്ങൾ ഈശോയോട് പറയണമെന്ന്, ആദ്യമായി ഈശോയോട് പറയണമെന്ന്. ഈശോയെ നാവിൽ സ്വീകരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഒരുങ്ങി വന്ന പ്രാർത്ഥനകൾ, ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രാർത്ഥിച്ച് നന്ദി പറയണമെന്ന്. ഇന്ന് കാലുകഴുകി മുത്തുമ്പോൾ പലവട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും അമ്മച്ചിമാർ, അച്ഛന്മാർ, വികാരി അച്ഛന്മാർ കാലുകഴുകി മുത്തുമ്പോൾ, 12 പേര് കാലുകഴുകി മുത്തുമ്പോൾ പ്രാർത്ഥിക്കുമാർ ഒത്തിരി വികാര പരവശരായിട്ടാണ്. അതുകൊണ്ട് വികാരപരതയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇന്ന് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. 3-ാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി സ്മാരകങ്ങളുണ്ട് ഇന്ന് നമുക്ക്. പ്രാർത്ഥനാലയങ്ങൾ, പള്ളികൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ പോലുള്ള പള്ളികൾ വേണം. കാരണം ഈശോയ്ക്ക് താമസിക്കാൻ, ദൈവത്തിന് താമസിക്കാൻ നമ്മളെല്ലാവും വിധം ഏറ്റവും നല്ല ഭവനം നമ്മൾ പണിയുന്നുണ്ട്. പക്ഷേ ഈ സ്മാരകത്തിൽ നിന്ന് സാക്ഷികളാകാനുള്ള വിളിയല്ലേ പ്രധാനം. അതുകൊണ്ട് ഓർമ്മയിൽ നിന്ന് ഓർമ്മപ്പെടുത്തലിലേക്ക്, ഓർമ്മപ്പെടുത്തലിൽ നിന്ന് അർപ്പണത്തിലേക്ക്. 2-ാമതായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് വികാരപരവശമായ വിശുദ്ധ കുർബാനയിൽ നിന്ന് വിശ്വാസ പ്രഘോഷണത്തിലേക്ക്. അതുകൊണ്ടല്ലേ നമ്മുടെ മുമ്പത്തെ മാർപ്പാപ്പ പറഞ്ഞത്, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, കുടുംബത്തെക്കുറിച്ച്. അടുപ്പകല്ല് 2-ാമത്തെ ആൾത്താരയാണെന്ന്, അമ്മച്ചിമാർ ബലിയർപ്പകരാണെന്ന്, കുടുംബത്തിന് വേണ്ടി വെന്തുനീറുന്ന, മുറിക്കപ്പെടുന്ന ശരീരങ്ങളാണെന്ന് അവരുടേത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ അത് വീണ്ടും വിശുദ്ധ കുർബാനയാവുകയാണ്. ഓർമ്മപ്പെടുത്തലിൽ നിന്ന് അർപ്പണത്തിലേക്ക്, ഓർമ്മയിൽ നിന്ന് ഓർമ്മപ്പെടുത്തലിലേക്ക്, വീണ്ടും അർപ്പണത്തിലേക്ക്. 1-ാമത്തെ വായന നമ്മൾ വായിച്ചു കേട്ടത് അവരുടെ ജീവിത സാക്ഷ്യമായിരുന്നു. കാരണം എങ്ങനെയാണ് ജീവിച്ചത്? ദൈവം ഇടപെട്ടത് കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുന്നു, എന്തിനാണ് ഈ സമയം, നിന്റെ സാധാരണ സമയം ദൈവകൃപയുടെ സമയമാക്കി മാറ്റുന്നത് എന്തിനാണ്? അർപ്പണത്തിന്. അതുപോലെ തന്നെ ജീവിത സാക്ഷ്യത്തിന് ഓർമ്മപ്പെടുത്തലാകണം ഓരോ പെസഹ വ്യാഴാഴ്ചയും. നമുക്ക് ഇന്ന് പെസഹ വ്യാഴാഴ്ച കൊണ്ടാടുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സ്നേഹം അപ്പമായി ദിവ്യകാരുണ്യമായി അവതരിച്ച് സ്നേഹത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഓർക്കണം, ഓർമ്മിക്കണം, അർപ്പണം ചെയ്യാൻ നമ്മെ സഹായിക്കണം. 3 കാര്യങ്ങളാണ് ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ ഓർമ്മിപ്പിച്ച എൻ്റെ സമയം. ഓർക്കണേ, ദൈവം എന്താ പറഞ്ഞത്? ഇത് എൻ്റെ സമയമായി എന്ന്.
യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് അമ്മയോട്. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുമെന്ന്. അത് സ്വീകരിക്കുമ്പോൾ, അവൻ പറയുന്നത് ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും സമയം ദൈവകൃപയുടെ സമയമാകും. സാധാരണ സമയത്തെ ദൈവകൃപയുടെ സമയമാക്കി മാറ്റാൻ ദൈവം പറയുന്നത് ചെയ്യാനുള്ള മനസ്സുണ്ടാകണമെന്ന്. രണ്ടാമതായിട്ട് പെസഹ, കടന്നു പോകൽ. എവിടേക്കാണ് കടന്നു പോകേണ്ടത്? ദൈവം കടന്നു പോകുന്നുണ്ട് ജീവിതത്തിൻ്റെ വഴിയിലൂടെ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവസാനം നമ്മൾ കാണുന്നുണ്ട് കുരുടനെ പറ്റി. കുരുടൻ പാവം, അവന് കണ്ണു കാണാൻ പാടില്ല. അവൻ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഞാൻ ഒച്ച കേൾക്കുന്നു, ഒച്ചപ്പാട് കേൾക്കുന്നു. എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നു ദൈവം കടന്നു പോകുന്നുണ്ട്, നസറായനായ ഈശോ കടന്നു പോകുന്നുണ്ട്. അവൻ ഉച്ചത്തിൽ കരയുന്നു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അന്ധരായി നമ്മൾക്കറിയില്ല ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. ദൈവം കടന്നു പോകുന്ന വഴിയിലാണ് നമ്മളെന്ന് ചോദിക്കാനാകണം. എന്താ സംഭവിക്കുന്നത്? വിജയപരാജയങ്ങളില്ല, സങ്കടങ്ങളിൽ, സന്തോഷങ്ങളില്ല ദൈവം കടന്നു പോകുന്നുണ്ട്. വിളിച്ചു പറയാനാകുമോ നമുക്ക്, ദാവീദിന്റെ പുത്ര എന്നിലും കനിയണമേ എന്ന്? അവൻ തൊട്ടു സുഖപ്പെടുത്തും നമ്മളെ. അതാണ് അത്ഭുതം. അവൻ തൊട്ടു സുഖപ്പെടുത്തും. അവൻ കടന്നു പോകുന്ന വഴിയിൽ അവനെ അന്വേഷിക്കാൻ. എന്താണ് സംഭവിക്കുന്നത്? അവൻ കടന്നു പോകുന്നുണ്ടോ? അവൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിളിച്ചപേക്ഷിക്കുക, ദാവീദിന്റെ പുത്ര എന്നിലും കനിയണം, എൻ്റെ ജീവിതത്തിൽ തുടങ്ങും. എന്താ സംഭവിക്കുക? അത്ഭുതം. എനിക്ക് കാണാനാകും എൻ്റെ കൺമുമ്പിലുള്ള എൻ്റെ ദൈവത്തെയും എനിക്ക് ദൈവം വച്ചു നീട്ടുന്ന ദൈവീകരെയും മനുഷ്യരെയും. ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും തുറക്കാനുള്ള തുറവിയാണ് വചനം. അതുകൊണ്ടാണ് ദൈവം കടന്നു പോകുന്നുണ്ട് എൻ്റെയും നിൻ്റെയും മുമ്പിലൂടെ. ദൈവത്തെ കാണാനാകട്ടെ നമുക്ക്. ഇനി അങ്ങോട്ട് ദൈവത്തെ കണ്ടുകൊണ്ട് സക്കൈയൂസ് എന്ത് ചെയ്യുന്നത്? ദൈവം വരുന്ന വഴിക്ക് മുമ്പേ ഓടുന്നു. പോക്കക്കുറവ് പരിഹരിക്കാൻ മരത്തേൽ കയറുന്നു. ദൈവത്തെ കാണുന്നു. ദൈവം പറയുന്നു, നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിൽ രക്ഷ കൈവരുന്നു. ദൈവം കടന്നു പോകുന്ന വഴിയെ ദൈവത്തിന് മുമ്പേ ഓടി ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തെ കാണാൻ മനസ്സ് കാണിക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ കൈവരുന്നു. ഇന്ന് പെസഹയാണ്. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ വലിയ നല്ല ദേവാലയങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ദേവാലയങ്ങളാണ്, കൊട്ടാരങ്ങൾക്ക് സമാനമായ ദേവാലയങ്ങളാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചത്. പക്ഷേ ഈ സ്മാരകങ്ങളിൽ നിന്നിറങ്ങുമ്പോൾ സാക്ഷികളാകാൻ നമുക്കാകട്ടെ. കാരണം ദൈവം പറയുന്നു, ഞാൻ എവിടെ നിന്ന് വന്നുവോ എവിടേക്ക് പോകുന്നുവോ എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, എൻ്റെ സമയമായി, പിതാവിൻ്റെ ഹിതം നിറവേറ്റാനുള്ള സമയം. പീഡാസഹനം, മരണ, ഉത്ഥാനത്തിൻ്റെ സമയം. സാധാരണ സമയത്തെ ദൈവകൃപയുടെ സമയമാക്കാനുള്ള സുദിനമായി. രണ്ടാമതായിട്ട്, കടന്നു പോകുന്ന സമയം. ദൈവം കടന്നു പോകുന്ന വഴിയിൽ ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തെ കാണാനുള്ള മനസ്സും ദൈവത്തെ സ്വീകരിക്കാനുള്ള കരുതലും. മൂന്നാമതായിട്ട്, ദൈവത്തിന് സ്മാരകം പണിയുകയല്ല പ്രധാനം, ദൈവത്തിൻ്റെ സാക്ഷികളാവുകയാണ്. കാരണം ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തിലേക്ക് നടന്നെടുക്കേണ്ടവരാണ്. ഇന്ന് പെസഹ ആഘോഷിച്ചതിന് ശേഷം നമുക്കും സംഭവിക്കേണ്ട മാറ്റം ഇത് തന്നെയാണ്. സ്നേഹത്തിൻ്റെ കൂദാശയാകാനുള്ള സമയം.